ജീവിതത്തിൽ 200-ലധികം പുരസ്കാരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ നിന്ന് മാത്രം 50-ലധികം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന സംസ്ഥാന അവാർഡാണ്. ഗുരുവായൂർ ക്ഷേത്രം കിട്ടുന്ന ജ്ഞാനപ്പാന പുരസ്കാരമാണ്. ശബരിമലയിൽ അയ്യപ്പൻ്റെ പേരിലുള്ള ഹരിവരാസനം പുരസ്കാരം. ഇങ്ങനെ അനവധി പുരസ്കാരങ്ങൾ. കേരളത്തിലെ അധ്യാത്മ മേഖലയിൽ 2 സൂപ്പർ താരങ്ങളാണല്ലോ അയ്യപ്പനും ഗുരുവായൂരപ്പനും. അവരുടെ 2 പേരുടെയും പേരുള്ള പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അനവധി ദേവീക്ഷേത്രങ്ങളിൽ നിന്ന്, ശിവക്ഷേത്രങ്ങളിൽ നിന്ന്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ എനിക്ക് 2-3-4 പുരസ്കാരങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ ഈ പുരസ്കാരങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ഇന്ന് ലഭിക്കുന്ന ഈ പുരസ്കാരത്തിനുണ്ട്. അതിന് കാരണം നിങ്ങൾക്കറിയില്ല, ഞാൻ പറയാം. മീനമാസത്തിലെ രോഹിണിയാണ് ഇന്ന്. മീനമാസത്തിലെ രോഹിണി നാളിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ 86-ാം ജന്മനക്ഷത്രമാണിത്. ഞാൻ ജനിച്ചിട്ട് 86 വർഷമാകുന്നു. ആ 86-ാം ജന്മദിനത്തിൽ എന്നെ ഇവിടെ വിളിച്ച് വാടാ ഇത് മേടിച്ചുകൊണ്ട് പോ എന്ന് പറയാനുള്ള കരിക്കത്തമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ ഞാൻ അതീവ സംതൃപ്തനാണ്. ഇതൊരു വലിയ പുണ്യമാണ്. മീനമാസത്തിൻ്റെ രോഹിണി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജ്യോതിശാസ്ത്രം, നമ്മുടെ ഭാരതീയ ജ്യോതിശാസ്ത്രം ചന്ദ്രനെ ആധാരമാക്കിയുള്ളതാണ്, സൂര്യനെ ആധാരമുള്ളതാക്കിയല്ല. പാശ്ചാത്യ സൂര്യനെ ആധാരമാക്കിയാണ് സോഡിയാക്ക്, അതായത് അവരുടെ. പക്ഷെ നമ്മൾ ചന്ദ്രനെ ആധാരമാക്കിയാണ് ദിവസങ്ങളും നക്ഷത്രങ്ങളൊക്കെ എണ്ണുന്നത്. കാരണം 27 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചാന്ദ്രമാസമാണ്, ചന്ദ്രൻ്റെ മാസമാണ് 27 നക്ഷത്രങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ നക്ഷത്രമാണ് യഥാർത്ഥ ജന്മദിനം എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ സംസ്കാരം അതാണ്. എന്നാൽ ലോകം ഒന്നാവുകയും വിദേശ സംസ്കാരം നമ്മളെ സ്വാധീനിക്കുകയും ചെയ്തപ്പോഴാണ് ഡേറ്റ് ഓഫ് ബർത്ത്, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാൻ തുടങ്ങിയത്. ഡേറ്റ് ഓഫ് ബർത്ത്. പക്ഷേ ഭാരതീയ രീതി അനുസരിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ജന്മനക്ഷത്രമാണ് പ്രധാനം. ഞാൻ ജനിച്ച ജനിച്ച തീയതി മാർച്ച് 16-ആണ്. കാരണം ഞാൻ 86 വർഷം മുമ്പ് ഞാൻ ജനിക്കുമ്പോൾ അന്ന് മാർച്ച് 16-ാം തീയതി രോഹിണി നക്ഷത്രം. പക്ഷെ ഈ വർഷം അത് മാർച്ച് 24-ാം തീയതിയാണ് രോഹിണി. അപ്പോൾ എനിക്ക് മറക്കാനാവാത്ത ദിവസമാണിത് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഞാൻ അനവധി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ദേവിയെക്കുറിച്ച് വളരെ അധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഞാനൊരു ഗായകനല്ല, ഗാനരചയിതാവും സംഗീതം നൽകുന്ന ആളുമാണ്. യേശുദാസിനെ കൊണ്ടും ജയചന്ദ്രനെ കൊണ്ടും എസ് ജാനിയെ കൊണ്ടും പി സുശീലനെ കൊണ്ടും വാണിജ്യറാമനെ കൊണ്ടും ഒക്കെയാണ് എൻ്റെ പാട്ടുകൾ പാടിച്ചിട്ടുള്ളത്. കാരണം എനിക്ക് അവരെ പോലെ പാടാൻ കഴിവില്ലാത്തതാണ്. എങ്കിലും നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എഴുതിയ ദേവി സ്തുതികളിൽ ചില വരികൾ മാത്രം ഇവിടെ ആലപിക്കാം. ആകാശരൂപിണി അന്നപൂർണേശ്വരി അഭയം തവ പദകമലം, കല്ലായി മറഞ്ഞാലും കരളിൽ തെളിയും നീ കരുണാസാഗരമേ. സ്വർഗനന്ദിനി സ്വപ്രവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി, ഇഷ്ടദേവതേ സരസ്വതി. ഞാനേ സരസ്വതി, ഞാനേ ലക്ഷ്മി, ഞാനേ ശ്രീഭദ്രകാളി. താമസിയായതും രാജസിയായതും സാത്വികയായതും ഞാനേ, ഞാനേ, ഞാനേ സരസ്വതി, ഞാനേ ലക്ഷ്മി, ഞാനേ
ശ്രീഭദ്രകാളി ത്രിപുര സുന്ദരി ത്രൈലോക്യമോഹിനി ത്രിശൂലവരധാരിണി മനസ്സിലുണരൂ ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി മനസ്സിലുണരൂ ഉഷസന്ധ്യയായി. ഇതുകൊണ്ടൊക്കെയാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. കാരണം ദൈവത്തിനും സ്തുതി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം കീർത്തനങ്ങൾ ആലപിക്കുന്നത്. അപ്പോൾ ജനനം കൊണ്ട് ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട്ട് ഗ്രാമത്തിലാണ് ജനിച്ചതെങ്കിലും എൻ്റെ അമ്മയുടെ കുടുംബ പേരുകൾ മലബാറിലാണ്, കണ്ണൂരിലാണ്. അതായത് 100-200 വർഷം മുമ്പ് ഉള്ള കാര്യമാണ് പറയുന്നത്. ചിറക്കൽ കോവിലകത്ത് നിന്ന് പിണങ്ങി തിരുവാങ്കൂറിൽ വന്ന് തിരുവാങ്കൂർ മഹാരാജാവിൻ്റെ അന്ന് പത്മനാഭപുരമാണ് തലസ്ഥാനം. അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി ഇവിടെ താമസമാക്കിയ ആളുകളാണ് ഞങ്ങൾ. ഇവിടെ കോലത്തിരി ഇല്ലാത്തതുകൊണ്ട് മഹാരാജാവിൻ്റെ തമ്പിസ്ഥാനം തന്നതാണ്. അപ്പോൾ ഈ പാരമ്പര്യം വെച്ചുകൊണ്ട് ഹരിപ്പാട്ടാണ് ജനിച്ചു വളർന്നെങ്കിലും സന്ധ്യാനാമം ജപിക്കുമ്പോൾ അമ്മ ഞങ്ങളെ കൊണ്ട് ജപിച്ചിരുന്ന ഒരു ചെറുകുന്ന് അന്നപൂർണേശ്വരി സ്തോത്രമാണ്. ചെറുകുന്ന് ചിറക്കലിനടുത്താണ്. ചെറുകുന്ന് അന്നപൂർണേശ്വരി നമ്മുടെ ധർമ്മദേവതയാണ്. ഇപ്പോഴും ചെറുകുന്ന് അന്നപൂർണേശ്വരി, കടലുവാതിക്കൽ ഭഗവതി, കടലായി കൃഷ്ണൻ, മാടായിക്കാവിൽ ഭഗവതി, ഇവരൊക്കെയാണ് ഞങ്ങളുടെ ധർമ്മദേവത. അതൊക്കെ കണ്ണൂരിലാണ്. അപ്പം അത് അങ്കജരി പൂവോടു ചേർന്നു കളിക്കും ഭംഗിയായി അങ്കജരി പൂവോടു ചേർന്നു കളിക്കും ഭംഗ്യാ നിന്മൈ തൊഴുതേൻ ജയ ജയ സുന്ദരരൂപേ ഗിരിതനയെ ചെറുകുന്നിലമർന്നെഴും അമ്മേ ജയ ജയ. കണ്ണൂരിൽ ചിറകുന്ന ദേവിയെക്കുറിച്ചുള്ള സ്ഥലമാണ് ഞാൻ ഹരിപ്പാട്ട് താമസിച്ചുകൊണ്ട് സന്ധ്യാ കീർത്തനമായി ചൊല്ലിയത്. അതായത് നമ്മളെല്ലാം ഒന്നാണ്. സ്ഥലവും കാലവും അതിനൊക്കെ അതീതമായിട്ട് നമ്മളെല്ലാവരും ഒന്നാണ്. ഈ നമ്മളെ ഒന്നാക്കാനായുള്ള ആദ്യത്തെ തുടക്കമായിരുന്നു ഈശ്വര വിശ്വാസം. എങ്ങനെയാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചത്? ഞാൻ ആരാണ് എന്ന് മനുഷ്യൻ ചോദിച്ചവരിപ്പോൾ കിട്ടിയ ഉത്തരമാണ് ഈശ്വരൻ. ഞാൻ എങ്ങനെ ഉണ്ടായി? ഞാൻ എന്തുകൊണ്ട് മരിക്കുന്നു? എന്തുകൊണ്ട് ജീവിതത്തിലെ ഗതിവിഗതികൾ മാറുന്നു? അതിനൊരു ശക്തിയുണ്ട്. അത് നമ്മൾ ഭാരതീയ ദർശനത്തിൽ അമ്മയാണ് പ്രധാനം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ അവരുടെ നാടിനെ ഫാദർലാൻഡ് എന്നാണ് വിളിക്കുന്നത്. പിതൃഭൂമി ഫാദർലാൻഡ് എന്നാണ് വിളിക്കുന്നത്. ഒരു അമേരിക്കക്കാരെയും മൈ ഫാദർലാൻഡ് ഈസ് അമേരിക്ക എന്ന് പറയും. പക്ഷേ ഭാരതീയൻ പറയുന്നത് ഭാരതം എൻ്റെ മാതൃഭൂമിയാണെന്നാണ്. നമുക്ക് അമ്മയാണ് പ്രധാനം. അതാണ് നമ്മുടെ ദേവീഭക്തിയുടെ ആധാരം. ആദി പരാശക്തി. ഈ പ്രപഞ്ചം ആദ്യം ഉണ്ടായത് എങ്ങനെയാണ്? ആദ്യമുണ്ടായ ശക്തി ഏതാണ്? ആദി പരാശക്തിയാണ്. അത് ആദ്യത്തെ അമ്മ. ആദ്യത്തെ അമ്മയാണ് ആദി പരാശക്തി. നമ്മുടെ ഓരോ അമ്മമാരും ആദി പരാശക്തിയുടെ ഓരോ ചെറിയ അണുക്കളാണ്. എല്ലാ അമ്മമാരും ദേവിമാരാണ്. മക്കൾ അമ്മയെ ധിക്കരിക്കുന്ന മക്കൾ മനസ്സിലാക്കുക, അമ്മ ദേവിയുടെ ഭാവമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ ആദിപരാശക്തിക്ക് നമ്മൾ വിവിധ പേരുകൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം ശാസ്ത്രീയമായ അടിസ്ഥാനമുള്ളതാണ്. ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞവരിപ്പോൾ സരസ്വതി, ലക്ഷ്മി, ഭദ്രകാളി. ചാമുണ്ഡി എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയുടെ മറ്റൊരു പേര് മാത്രമാണ്. ദുർഗ, ഭദ്രകാളി, ചാമുണ്ഡി എല്ലാം ഒരു ഭാവം തന്നെയാണ്. അപ്പോൾ ഇത് ചാമുണ്ഡി ക്ഷേത്രമാണ്. അത് ആദ്യം ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ, ഇപ്പോൾ മൂകാംബിക ദേവീക്ഷേത്രമാണ്. ഇന്ത്യയിൽ തന്നെയുള്ള തെന്നിന്ത്യയിലുള്ള ഏറ്റവും വലിയ ദേവീക്ഷേത്രം കൊണ്ടാണ് മൂകാംബിക ക്ഷേത്രം. ആ മൂകാംബിക ക്ഷേത്രത്തിൽ ഞാൻ 3-4 പ്രാവശ്യം 41 ദിവസം ഭജന എഴുതിയിട്ടുണ്ട്. അതാണ് എനിക്ക്
സരസ്വതിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഒരു കാരണമാണ്. അല്ലെങ്കിൽ സരസ്വതി എന്നിൽ പ്രസാദിച്ചതിനെ ഞാൻ തിരിച്ചു കൊടുത്തതാണ് ആ ഭജനം ഇരിപ്പ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ദേവി എന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല. ദേവി എപ്പോഴും എന്നോടൊപ്പമുണ്ട്. നമ്മുടെ ആദിപരാശക്തി എന്ന സരസ്വതിയായും ലക്ഷ്മിയായും ദുർഗയായും നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട്, ഓരോ സ്ത്രീയിലുമുണ്ട്. ഒരു സ്ത്രീയിൽ സരസ്വതി ഭാവമുണ്ട്, നന്മയുടെ ഭാവം, സൃഷ്ടിയുടെ ഭാവം. ലക്ഷ്മിയുണ്ട്, സ്ഥിതിയുടെ ഭാവം, നിലനിൽപ്പിൻ്റെ ഭാവം. അവളിൽ ദുർഗയുമുണ്ട്. അതുകൊണ്ട് പുരുഷന്മാർ സൂക്ഷിക്കണം. അവളിൽ ദുർഗയുമുണ്ട്. ചിലപ്പോൾ അവൾ ദുർഗയായി മാറും. ഈ 3 ഭാവങ്ങളെയാണ് നമ്മൾ ആരാധിക്കുന്നത്: സരസ്വതി, ലക്ഷ്മി, ഭദ്രകാളി. അത് മൂകാംബികയിൽ രാവിലെ ഭദ്രകാളിയാണ് ആരാധിക്കുന്നത്, കാളി ഭാവത്തിലാണ് രാവിലെ. ഉച്ചയ്ക്ക് ലക്ഷ്മി ഭാവത്തിലാണ്, സന്ധ്യയ്ക്കാണ്, രാത്രിയിലാണ് സരസ്വതി ഭാവം. അവിടെ ഒരു സരസ്വതി മണ്ഡപമുണ്ട്. അവിടെയാണ് സരസ്വതി ഭാവത്തിലുള്ള ദേവിയെ എഴുന്നള്ളിച്ചിരുത്തി എല്ലാവരും അവിടെ കൂടിയിരുന്ന് പാട്ടുകളൊക്കെ പാടും. അപ്പം അങ്ങനെ നമ്മളുടെ ഭാരത സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ നിദർശനമാണ് ദേവി പൂജ, ദേവി ഭക്തി. ഒരർത്ഥത്തിൽ നമ്മൾ അമ്മയെ തന്നെയാണ് പൂജിക്കുന്നത്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്നാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു വലിയ മുദ്രാവാക്യമാണ്. മാതൃദേവോ ഭവ, ആദ്യം അമ്മയെ ആരാധിക്കണം. രണ്ടാമത് പിതാവിനെ, പിതൃദേവോ ഭവ, രണ്ടാമത് പിതാവ്, ആദ്യം അമ്മയാണ്. അമ്മയെ ആരാധിക്കണം, പിതാവിനെ ആരാധിക്കണം. ആചാര്യദേവോ ഭവ, ആചാര്യൻ, ഗുരു, 3-ാം സ്ഥാനം ഗുരുവിനാണ്, ഗുരുവിനെ ആരാധിക്കണം. 4-മത് അതിഥി ദേവോ ഭവ, നമ്മളെ വീട്ടിൽ വരുന്ന അതിഥിയെ ആരാധിക്കണം. എന്തൊരു സംസ്കാരമാണ് ആലോചിച്ചു നോക്കൂ. ഇങ്ങനൊരു സംസ്കാരം ലോകത്ത് ഏതെങ്കിലും രാജ്യത്തുണ്ടാകും. പക്ഷേ ആ കാലഘട്ടം വേറെ. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിഥിയെ നമ്മൾ ദൈവമായിട്ട് ആരാധിച്ചാൽ രാത്രിയിൽ അവനെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് ഓടിക്കളയും. വീട്ടിൽ കാലഘട്ടം മാറി, കാലം മാറിപ്പോയി. അന്നത്തെ ഭാരതം ഇന്നില്ല. അപ്പോൾ ആ കാലഘട്ടം ഇന്നില്ല. പക്ഷേ നമ്മുടെ സംസ്കാരം അതാണ്. അമ്മയും അച്ഛനും ഗുരുവും അതിഥിയും ഒരുപോലെയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു വലിയൊരു പൈതൃകം നമുക്കുണ്ട്. നമ്മുടെ ഒരു സംസ്കാരം, നമ്മുടെ വളരെ രൂഢമൂലമായ ഒരു സംസ്കാരം നമുക്കുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, എത്ര അധികം മാറി മറിഞ്ഞാലും ഈ സംസ്കാരത്തിൻ്റെ വേരുകൾ മായുകയില്ല, ഒരിക്കലും മായുകയില്ല. കാരണം ഇന്നും നമ്മൾ നിലനിൽക്കുന്നത്, നമ്മുടെ സംസ്കാരം നിലനിൽക്കുന്നത് ആഴത്തിൽ വേരൂടിയ വൃക്ഷങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അത് ഏത് മഴയിലും വീണ്ടും പൊട്ടിക്കിളിർക്കും. അതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ ഭക്തിയുടെയൊക്കെ അടിസ്ഥാനം അതാണ്. ഭക്തി എന്തിനാണ്? ശ്രീ കടകംപള്ളി പറഞ്ഞതുപോലെ നമുക്ക് ദുഃഖം കറക്കി വെക്കാനൊരു സ്ഥലം. ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ശരീരമാണ്. ഞാനൊരു ക്ഷേത്രമാണ്. എൻ്റെ ശരീരത്തിൽ ഉള്ളിൽ ആത്മാവിരിക്കുന്നുണ്ട്. ആത്മാവെന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ഈ എൻ്റെ പ്രപഞ്ചത്തെ നയിക്കുന്ന ഊർജം. ക്വാണ്ടം ഫിസിക്സിൽ പറഞ്ഞാൽ എനർജി. എനർജി ഇല്ലാതെ മറ്റൊന്നുമില്ല. ആദിശങ്കരൻ പറഞ്ഞു ബ്രഹ്മം സത്യം ജഗത് മിഥ്യ. ഈ ആദിശങ്കരൻ പറഞ്ഞത് ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സ് പറയുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ എല്ലാം പഴഞ്ചൻ വിശ്വാസങ്ങളാണ്, ധാരണ തെറ്റാണ്. ബ്രഹ്മം സത്യം ജഗത് മിഥ്യ എന്ന് ആദിശങ്കരൻ പറഞ്ഞു. ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സ് എന്താ പറയുന്നറിയാം? എനർജി ഈസ് ദ ട്രൂത്ത്, മാറ്റർ ഈസ് നോട്ട് ദ ട്രൂത്ത്. എനർജിയാണ് സത്യം. എന്നുമുള്ളത് ബ്രഹ്മമാണ്, എന്നുമുള്ളത് എനർജിയാണ്. ആ ക്വാണ്ടം ഫിസിക്സ് ഇന്ന് പറഞ്ഞ എനർജിയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറഞ്ഞത്. അപ്പോൾ ബ്രഹ്മം സത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ആധുനിക വിഭാഗമായ ക്വാണ്ടം ഭൗതികം, ക്വാണ്ടം ഫിസിക്സ് പറയുന്നു എനർജി ഈസ് ദ ട്രൂത്ത്, മാറ്റർ ഈസ് നോട്ട് എ ട്രൂത്ത്. ഞാൻ ട്രൂത്തല്ല, ഞാൻ സത്യമല്ല,
കാരണം ഞാൻ നശിക്കുന്നതാണ്. നശിക്കാത്തതാണ് ബ്രഹ്മം. നശിക്കാത്ത എന്താ ഉള്ളത്? ഇവിടെ ഞാൻ സംസാരിക്കുന്ന നിങ്ങൾ മൈക്കുകൾ കേൾക്കുന്നു. ഇത് ഇലക്ട്രിസിറ്റിയാണ്, എൻ്റെ പിന്നിൽ നിങ്ങൾക്കറിയാം. പക്ഷേ ആ പ്രകാശവും ഇലക്ട്രിസിറ്റിയാണ്. രണ്ടിനും ഒരു രൂപമാണോ? അല്ലല്ലോ. ഇലക്ട്രിസിറ്റി കൊണ്ട് വിളക്ക് പ്രകാശം ലൈറ്റ് എനർജി ഉണ്ടാകുന്നു. ഇത് ഇലക്ട്രിസിറ്റി കൊണ്ട് തന്നെ സൗണ്ട് എനർജി ഉണ്ടാകുന്നു. പക്ഷെ സൗണ്ട് എനർജിയും ലൈറ്റ് എനർജിയും കാണാൻ ഒരുപോലെ അല്ല ഇരിക്കുന്നത്. അതാണ് ബ്രഹ്മം. രണ്ടും ബ്രഹ്മമാണ്. അതാണ് ശാശ്വതമായിട്ടുള്ളതാണ്. അതാണ് ദൈവം. അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരം. അതിനെ നമ്മൾ അമ്മയായി കരുതുന്നു. അമ്മയുടെ സ്ഥാനം നൽകി ആരാധിക്കുന്നു. അമ്മയെ എന്ന് വിളിക്കുന്നു.